ഓണം വരവായില്ലേ? ഓണക്കഥ കേട്ടാലോ? കേരളത്തിന്റെ പുരാതനമായ ഒരു ഭൂതകാലത്തിൽ മഹാബലി എന്ന ശക്തനും നീതിമാനുമായ ഒരു അസുര ചക്രവർത്തി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഭൂമിയിലെങ്ങും ഐശ്വര്യവും സമൃദ്ധിയും വിളയാടി നിന്നിരുന്നു. എല്ലാ പ്രജകളും സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞിരുന്ന ഒരു കാലത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ദേവന്മാർക്ക് അസൂയ തോന്നി. തന്റെ അഹംഭാവം കാരണം മഹാബലി പ്രപഞ്ച നിയമങ്ങളെ അവഗണിക്കുമോ എന്ന് അവർ ഭയന്നിരുന്നു. അങ്ങനെ മഹാബലിയുടെ ശക്തിയെ തകർക്കാൻ ദേവന്മാർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. മഹാബലി ഒരു വലിയ യാഗം നടത്തുന്ന സമയത്താണ് ജ്ഞാനം തുളുമ്പുന്ന വാമനൻ എന്നൊരു കൊച്ചു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. വാമനനെ ആദരവോടെ സ്വീകരിച്ച മഹാബലി തനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വാമനൻ ശാന്തനായി പറഞ്ഞു, എനിക്ക് എന്റെ 3 കാൽവെപ്പുകൾ വെക്കാനുള്ള സ്ഥലം മാത്രം മതി. മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യർ ഉടൻ തന്നെ ഈ ബ്രാഹ്മണ ബാലൻ സാധാരണക്കാരനല്ലെന്നും വിഷ്ണുവിന്റെ അവതാരമാണെന്നും തിരിച്ചറിഞ്ഞ് മഹാബലിയെ മുന്നറിയിപ്പ് നൽകി. എന്നാൽ തന്റെ വാക്കു പാലിക്കുന്നതിൽ വിശ്വസ്തനായിരുന്ന മഹാബലി ഗുരുവിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് വാമനന് വാഗ്ദാനം നൽകി. വാഗ്ദാനം ലഭിച്ച നിമിഷം ആ കൊച്ചുകുട്ടി അത്യധികം വലുതായി വളർന്നു. വിശ്വരൂപം കൈക്കൊണ്ട വാമനൻ തന്റെ ആദ്യ ചുവടുകണ്ട് ഭൂമിയെ മുഴുവൻ അളർന്നു. രണ്ടാമത്തെ കാൽവെപ്പ് കൊണ്ട് ആകാശത്തെയും അളന്നു. ഇനി 3ാമത്തെ കാൽവെപ്പ് വെക്കാൻ സ്ഥലമില്ലാതെ വാമനൻ മഹാബലിയോട് ചോദിച്ചു, ഞാനിനി എന്റെ 3ാമത്തെ ചുവട് എവിടെ വെക്കും? മറ്റൊരാളുടെ മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത അഹങ്കാരിയായ മഹാബലിക്ക് അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. താൻ എത്ര നിസ്സാരനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ തന്റെ വാഗ്ദാനം പാലിക്കാൻ അദ്ദേഹം തയ്യാറായി. വിനയത്തോടെ അദ്ദേഹം തന്റെ തല കുനിച്ച് വാമനനോട് പറഞ്ഞു, പ്രഭോ, എന്റെ ശിരസിൽ അങ്ങയുടെ 3ാമത്തെ കാൽവെപ്പ് വെച്ചാലും. മഹാബലിയുടെ ഈ വിനയത്തിലും ഭക്തിയിലും സംതൃപ്തനായ മഹാവിഷ്ണു അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയച്ചു. എന്നാൽ അതിനു മുൻപ് മഹാബലിയുടെ പ്രജകളോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ നല്ല ഭരണവും പരിഗണിച്ച് ഒരു വരം നൽകി. വർഷത്തിലൊരിക്കൽ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ മഹാബലിക്ക് അനുവാദം ലഭിച്ചു. അങ്ങനെ വർഷാവർഷം മഹാബലി തന്റെ പ്രജകളെ സന്ദർശിക്കാനെത്തുന്ന ആ ദിവസമാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത്. അതൊരു രാജാവിന്റെയും പ്രജകളുടെയും തമ്മിലുള്ള സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. കള്ളവും ചതിയുമില്ലാത്ത ഒരു നല്ല കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ ആഘോഷം സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ്. ഈ ദിവസങ്ങളിൽ വീടുകളിൽ പൂക്കളങ്ങൾ ഒരുക്കിയും പുത്തനുടുപ്പുകൾ അണിഞ്ഞും വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കിയും നമ്മൾ ആ നല്ല കാലത്തെ വരവേൽക്കുന്നു. ഈ ഓണവിശേഷങ്ങൾ, ഈ ഓണാഘോഷങ്ങൾ എല്ലാം തന്നെ ഒരുമയുടെയും ഐക്യത്തിന്റെയും സന്ദേശമാണ് നമ്മൾക്കെല്ലാവർക്കും നൽകുന്നത്.